വൻ വിജയം കരസ്ഥമാക്കിയ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. കേരളത്തിനും മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂർ എഴുതിയൊരു വിധിയെഴുത്താണ്. 9 വർഷമായി അവഗണിക്കപ്പെടുന്ന നിലമ്പൂരിന് വേണ്ടിയുള്ള ഒരു വിധിയെഴുത്ത് കൂടിയാണ്. ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി 11,000 ചില്ലാനം വോട്ടിന് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ അവിടെ എന്തൊക്കെ ഫാക്ടർ ആവുന്നില്ലെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതിനൊക്കെ റീലിൻ്റെ കാര്യമല്ലോ. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വൻ വിജയം കരസ്ഥമാക്കിയ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇപ്പോൾ അദ്ദേഹം KPCCയിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വമ്പൻ വിജയാഹ്ലാദത്തിലാണ് പ്രവർത്തകരെല്ലാവരും തന്നെ. ഈ ഒരു സമയത്ത് ഇപ്പോൾ മറനാടനോട് ആര്യാടൻ ഷൗക്കത്ത് തന്നെ പ്രതികരിക്കുകയാണ്. മാറ്റി ഉറയ്ക്കുന്ന തരത്തിലുള്ള ക്രെഡിറ്റ് തർക്കം വേണ്ടാന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇന്ന് ചർച്ചയിൽ നിലമ്പൂരിൽ വൻ വിജയം നേടിയിരിക്കുകയാണ്. ഇന്ന് സത്യപ്രതിജ്ഞ ദിവസമാണ്. എന്താണ് പറയാനുള്ളത് നിലമ്പൂരിലെ ജനങ്ങളോടും കേരള ജനതയും? ഇല്ല, പറഞ്ഞല്ലോ, ഇത് കേരളത്തിനും മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂർ എഴുതിയൊരു വിധിയെഴുത്താണ്. അത് തീർച്ചയായും ഇത് കേരളത്തിലെ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു വിധിയെഴുത്താണ്. 9 വർഷമായി അവഗണിക്കപ്പെടുന്ന നിലമ്പൂരിന് വേണ്ടിയുള്ള ഒരു വിധിയെഴുത്ത് കൂടിയാണ്. ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി. അൻവർ ഒരു ഫാക്ടറായോ? ഞാനത് ഇതിനിപ്പോൾ റീലിൻ്റെ കാര്യമുള്ളൂ. അവിടെ വരാട്ടോ 3:30 ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അൻവർ ഒരു ഫാക്ടറായോ? 19,000-ൽ പരം വോട്ടുകൾ നേടും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ഡീലിമിറ്റേഷന് ശേഷമുള്ള നിലമ്പൂരിൽ എൻ്റെ പിതാവാണ് ആദ്യമായി മത്സരിച്ചത് 2011. അന്ന് 6,000-ഓളം വോട്ടിനാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് അതേ നിയോജക മണ്ഡലത്തിൽ 11,000 ചില്ലാനം വോട്ടിന് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ അവിടെ എന്തൊക്കെ ഫാക്ടർ ആവുന്നില്ലെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഈ ക്യാപ്റ്റൻ, ഈ ക്രെഡിറ്റ് എന്നുള്ള വാക്കുകളെല്ലാം തന്നെ UDFിലേക്ക് കടന്നു വരുന്നു. ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല വാസ്തവത്തിൽ. ശരി, ഓക്കെ, നമസ്കാരം. ഏറ്റവും പ്രമാണമാനൊക്കെ അവിടെ ആയിരിക്കുന്നേ.
എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് നിലമ്പൂരിൽ ഇത്രയും വലിയ വിജയം കാഴ്ചവെക്കാൻ കാരണമായത് നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയധികം വോട്ടുകൾ കരസ്ഥമാക്കിക്കൊണ്ട് തനിക്ക് വിജയിക്കാൻ സാധിച്ചത് എന്ന്. ഇത് 2026 നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിൽ ഉയർന്നു വന്ന ക്യാപ്റ്റൻ വിവാദത്തെക്കുറിച്ച് അദ്ദേഹം ഇത്തരത്തിലുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുമാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.